നാളത്തെ മകരവിളക്ക് മഹോത്സവത്തിനായി കാത്തിരിക്കുകയാണ് ശബരിമല പൂങ്കാവനം. മകരവിളക്ക് മഹോത്സവത്തിന് ഭക്തർക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം കടുപ്പിക്കുന്നത്. നിയന്ത്രണം ഉള്ളതിനാൽ തന്നെ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും കുറവുണ്ട്. ഭക്തരുടെ എണ്ണം കുറവാണ് എങ്കിലും അശാസ്ത്രീയ നിയന്ത്രണം ഇപ്പോഴും ഭക്തരെ ബുദ്ധിമുട്ടിലാക്കുന്നുമുണ്ട്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി നമുക്കിപ്പം ചേരുകയാണ്. മിഥുൻ, സ്വാമി ശരണം. നാളെ മകരവിളക്കാണ്. അവസാനവട്ട ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. എങ്ങനെയാണ് ഇന്ന് രാവിലത്തെ സന്നിധാനത്തെ കാഴ്ചകൾ? അശ്വതി, മകര വിളക്കിനോടനുബന്ധിച്ചുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സന്നിധാനത്ത് പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഭക്തരെ കടത്തിവിടുന്നതിൽ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരുന്നില്ല. മറ്റെല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. പർണ്ണശാലകൾ സന്നിധാനത്ത് ഉയർന്നിരിക്കുന്നു. സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഈ മകരവിളക്ക് കാണുന്നതിനും ദർശിക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള ദർശന പുണ്യത്തിനുമൊക്കെയായി കാത്തു നിൽക്കുന്ന ഭക്തരുടെ തിരക്ക് പലയിടങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. പലയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഭക്തരെ സന്നിധാനത്ത് വിവിധയിടങ്ങളിൽ നിന്നും കാണാം. അയൽ സംസ്ഥാന ഭക്തജനങ്ങളടക്കം ഈ ദിവസങ്ങളിൽ സന്നിധാനത്ത് തമ്പടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. വളരെ കുറവാണ് തിരക്ക് അനുഭവപ്പെടുന്നത്. വളരെ സാവധാനം മുന്നോട്ട് നീങ്ങി ദർശനം സാധ്യമാകുന്ന ഭക്തരെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. മറ്റ് നിയന്ത്രണങ്ങൾ ഇന്ന് 35,000 ഭക്തജനങ്ങൾക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 30,000 ഭക്തജനങ്ങൾക്കാണ് നാളെ മകരവിളക്ക് ദിനത്തിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉള്ളത്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ രാവിലെ 10 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുകയില്ല. പിന്നീട് മകരജ്യോതി ദർശനത്തിന് ശേഷമായിരിക്കും ഭക്തജനങ്ങളെ നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. ഈ രീതിയിലൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ താഴെ പമ്പയടക്കമുള്ള ഭാഗങ്ങളിൽ, നിലയ്ക്കലടക്കമുള്ള ഭാഗങ്ങളിലായിരിക്കും ഭക്തജനങ്ങളെ തടഞ്ഞു വെക്കുകയും കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടാവുക. ഇതോടൊപ്പം തന്നെ ഈ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി വിവിധ ഇടങ്ങളിൽ സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പമ്പയ്ക്കും നിലയ്ക്കലിനുമൊക്കെ ഇടയ്ക്കുള്ള വിവിധ ഇടങ്ങളിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് നാളെ അനുഭവപ്പെടാനുള്ള സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങളടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പലയിടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായി. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് സന്നിധാനം മുന്നോട്ട് പോകുന്നത്. നാളെ വൈകിട്ട് 6:30 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. നാളെ വൈകിട്ട് 6:30 ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണത്തോടു കൂടി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടക്കും. ഈ സമയത്താണ് പൊന്നമ്പലം മേട്ടിൽ മകരജ്യോതി തെളിയുന്നത്. ആ ഒരു കാത്തിരിപ്പിന് വേണ്ടി, മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലൊക്കെ ഭക്തജനങ്ങൾ മുഴുകുന്ന മണിക്കൂറുകളാണ് ഇനി ഉള്ളത്. മറ്റ് പൂജകൾ, ഈ ബിംബശുദ്ധിക്രിയ പൂജകൾ ഇന്ന് നടക്കും. പ്രസാദ ശുദ്ധിക്രിയകൾ ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. മറ്റ് സന്നിധാനവും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നതടക്കമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വനം വകുപ്പിൻ്റെയൊക്കെ പോലീസിൻ്റെയും നിയന്ത്രണത്തിലുള്ള ക്രമീകരണങ്ങളും വിവിധയിടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പർണ്ണശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരിശോധനകളടക്കം അവിടെ പാചകം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളും പുരോഗമിക്കുന്നുണ്ട്. നാളെ വൈകിട്ട് 6:15 കൂടിയാണ് തിരുവാഭരണ പേടക സംഘം, വാഗസംഘം സന്നിധാനത്തേക്ക് 18-ാം പടി കയറി സന്നിധാനത്തേക്ക് എത്തുക. അവിടെയായിരിക്കും ദേവസ്വം മന്ത്രിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സ്വീകരണം ഉണ്ടാവുക. സോപാനത്ത് എത്തിക്കുന്ന തിരുവാഭരണ പേടകം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ കാണുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഭക്തരുടെ കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് ഇനി എന്തായാലും ഉള്ളത്. ആ ഒരു പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്ക് സന്നിധാനം മാറിയിരിക്കുകയാണ്. മിഥുൻ പറഞ്ഞതുപോലെ ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഭക്തർക്ക് എല്ലാവർക്കും. മിഥുൻ, അതുപോലെ തന്നെ നമുക്കറിയാം ഈ തിരക്ക് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണം അശാസ്ത്രീയമാണ് എന്ന രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഒരു വശത്ത് ഉണ്ട് എന്നുള്ളതും വസ്തു തന്നെയാണ്. അത്തരത്തിൽ എന്താണ് ഈ ഭക്തർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ? അടക്കമുള്ള ഭാഗങ്ങളിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം ഇതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. അവിടെയൊക്കെ അശാസ്ത്രീയമായിട്ടാണ് ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തുന്നത് എന്നുള്ളതാണ് പരാതികൾ ഈ ദിവസങ്ങളിൽ ഉയരുന്നത്. കാരണം ബാരിക്കേഡിനുള്ളിലും മറ്റ് വടം കെട്ടിയുമൊക്കെ ഭക്തജനങ്ങളെ എരുമേലിയിലടക്കമുള്ള ഭാഗങ്ങളിൽ തടയുന്നുണ്ട്.
വിവിധ ഇടത്താവളങ്ങളിൽ തടയുന്നുണ്ട്. അവിടെയൊക്കെ കൂടുതൽ സമയം ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ ഭക്തരെ തടയും. പക്ഷേ ഇങ്ങനെ ഭക്തരെ തടയുമ്പോൾ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിന് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഈ സൗകര്യങ്ങൾ ലഭ്യമല്ല. അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകൾ ഈ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ പരാതി ഉയർന്നതുപോലെ തന്നെ ഈ എരുമേലി അടക്കമുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനുള്ള ഇടയായിട്ടുള്ള കാരണം. 30,000 ഭക്തജനങ്ങൾക്ക് വെർച്വൽ ക്യൂ വഴി മകരവിളക്ക് ദിനത്തിൽ ദർശനം അനുവദിക്കുമ്പോൾ 5,000 പേർക്ക് മാത്രം സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ചുകൊണ്ട് ദർശനം ക്രമീകരിച്ച് നൽകുമ്പോൾ എരുമേലി അടക്കമുള്ള ഭാഗങ്ങളിൽ ഈ മകര ജ്യോതി ദർശനത്തോടൊക്കെ അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ, ഒപ്പം തന്നെ പേട്ടതുള്ളിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലൊക്കെ ഭക്തജനങ്ങൾ വന്ന് കൂട്ടമായി കാത്തു നിൽക്കുന്ന സാഹചര്യം സ്വാഭാവികമായി ഉണ്ടാകും. അയൽ സംസ്ഥാന ഭക്തജനങ്ങളൊക്കെ ഈ മകരവിളക്കിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്തുന്നതിന് വേണ്ടി ദർശന ക്രമീകരണം നടത്തി എത്തുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തജനങ്ങളൊക്കെ എരുമേലിയിലായിരിക്കും തടയുക. എരുമേലി അടക്കമുള്ള ഭാഗങ്ങളിൽ, നിലയ്ക്കൽ, പമ്പ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും ഭക്തജനങ്ങളെ തടയുക. അപ്പോൾ അവിടെ ക്രമീകരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് സ്വാഭാവികമായി ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമൊക്കെയുള്ള സാധ്യതകളിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചയാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നത്. എരുമേലിയിൽ നിന്നാണ് ഇത്തവണ ഈ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ആദ്യ ദിവസം മുതൽ തന്നെ എരുമേലി എഴുതക്കടവ് കാനനപാതയിലൂടെ ഭക്തജനങ്ങളെ കടത്തിവിടുന്നതിൽ പ്രതിസന്ധി അനുഭവപ്പെടുകയും ഈ കാനനപാതയിലൂടെ സഞ്ചരിച്ച് കാനന കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഭക്തജനങ്ങളെ കടത്തിവിടാനാകില്ല എന്ന് പറയുമ്പോൾ ഭക്തജനങ്ങൾക്ക് ഇതേ പാതയിലൂടെ തന്നെ തിരികെ സഞ്ചരിച്ച് എരുമേലി അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് തിരികെ കാൽനടയായി തന്നെ സഞ്ചരിച്ച് എത്തേണ്ട അവസ്ഥയും, പിന്നീട് എരുമേലിയിൽ നിന്നും ബസ് മാർഗം പമ്പയിലേക്ക് പോയി പമ്പയിൽ നിന്നും മല കയറി സന്നിധാനത്തെ ദർശനം നടത്തേണ്ട സാഹചര്യമൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. അത് വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടവരുത്തിയിരുന്നു. അത് ഈ കൃത്യമായി തിരക്ക് നിയന്ത്രണം നടത്തുന്നതിനും ക്രൗഡ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചയും ക്രമീകരണങ്ങൾ, അടിസ്ഥാന സൗകര്യ ലഭ്യതയിലടക്കമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതിലെ വീഴ്ചയുമൊക്കെയാണ് ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാനുള്ള ഇടവരുത്തിയത്. ഇന്നലെയും എരുമേലിയിൽ പൊരി വെയിലത്ത് ഭക്തജനങ്ങൾക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നു. പോലീസ് വാഹനം ഉൾപ്പെടെ കുറുകെ നിർത്തിക്കൊണ്ട് തടഞ്ഞുകൊണ്ട് ഭക്തരെ തടയുന്ന കാഴ്ച ഇന്നലെ എരുമേലിയിൽ നിന്ന് കണ്ടു. ബാരിക്കേഡിനുള്ളിലും ഒക്കെ വെയിലത്ത് ഭക്തജനങ്ങൾ മണിക്കൂറോളം കാഴ്ച നിൽക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഭക്തരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഇന്നലെ എരുമേലിയിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തത്. ഇത് തിരക്ക് നിയന്ത്രണം, ഒപ്പം ഭക്തജനങ്ങളെ എവിടെയൊക്കെയാണ് ശാസ്ത്രീയമായി തടഞ്ഞു നിർത്തേണ്ടത്, എത്ര സമയം കാത്തു നിൽക്കേണ്ട ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതിലെ ക്രമീകരണങ്ങൾ, ഈ കാര്യങ്ങളിലേക്ക് ഉണ്ടായിരിക്കുന്ന വീഴ്ചയാണ് എരുമേലിയിൽ നിന്നൊക്കെ ഇന്നലെ വലിയ പരാതികൾ ഉയർന്നു വരാൻ കാരണമായത്. അശ്വതി. മിഥുൻ, അതോടൊപ്പം തന്നെ നാളെ മകരവിളക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മകരവിളക്കാണ്. അതുകൊണ്ട് തന്നെ മകരവിളക്കിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ, അവിടെ നിന്നുള്ള തത്സമയ കാഴ്ചകളൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജനം TV ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ മറ്റൊരു ടീം കൂടി അവിടേക്ക് പുറപ്പെട്ടിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ നമ്മുടെ ഒരു ഒരുക്കങ്ങളൊക്കെ, അതുകൂടി നമുക്കൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അശ്വതി, സർവ്വസജ്ജമാണ്. ഈ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഓരോ ദൃശ്യങ്ങളും ഭക്തിസാന്ദ്രമായി ഏറ്റവും ഭക്തിപൂർവ്വം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സന്നിധാനത്ത് ജനം TV പൂർത്തീകരിച്ചിരിക്കുന്നു. വലിയ ഒരു സംഘം, ജനം TVയുടെ സംഘം സന്നിധാനത്ത് ഇപ്പോഴുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതലുള്ള സമയം മകരവിളക്ക് മഹോത്സവത്തിൻ്റെ എല്ലാ ദൃശ്യങ്ങളും, അത് സന്നിധാനത്ത് നിന്നും, മരക്കൂട്ടത്ത് നിന്നും, നിലയ്ക്കലിൽ നിന്നും, പമ്പയിൽ നിന്നും, പാണ്ടിത്താവളത്തിൽ നിന്നും അടക്കമുള്ള ദൃശ്യങ്ങൾ, ഭക്തജനങ്ങളുടെ കാഴ്ചകൾ, അവർ ഈ മകരജ്യോതി ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ ആ തത്സമയ വിവരണങ്ങൾ, ദൃശ്യങ്ങൾ ഒക്കെ തിരുവാഭരണ ഘോഷയാത്ര എത്തുമ്പോൾ അതിനോടൊപ്പം ജനം TV സംഘമുണ്ട്. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ശരംകുത്തിയിൽ സ്വീകരണം നൽകുമ്പോൾ അവിടെ നിന്നും സ്വീകരിച്ചാനയിച്ച് 18ാം പടിയിലേക്ക് എത്തിക്കുന്ന ആ ദിവ്യമായിട്ടുള്ള ആ കാഴ്ച, ഇത്തരത്തിലുള്ള എല്ലാ ദൃശ്യങ്ങളും ഭക്തി സാന്ദ്രമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ സർവ്വ സജ്ജീകരണങ്ങളോടും കൂടി തയ്യാറെടുക്കുകയാണ് ടീം ജനം സന്നിധാനത്ത്.